ഇന്നത്തേത് ഫ്രണ്ട്സ് മൊത്തമുള്ള ഒരു ഡെസേർട്ട് സഫാരിയാണ് കേട്ടോ. പെട്ടെന്ന് പ്ലാൻ ചെയ്തെയാണ് ഞങ്ങൾ ഒരു ഡെസേർട്ട് സഫാരിക്ക് പോയാലോ, സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പിക്കപ്പ് ലൊക്കേഷനാണ് പറഞ്ഞിരുന്നത്, ദേറയിൽ. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ എത്തിയിരുന്നു. 1 മണിയാണ് അവർ പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ കുറച്ച് വൈകി, ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ കത്തിയടിച്ച് നിന്നു. ഇവളും കൂടെ വന്നതിന് ശേഷം ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളെ ഡെസേർട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ വേറൊരു വണ്ടിയിലേക്ക് അവർ മാറ്റി. ശരിക്കും ഡെസേർട്ട് സഫാരിയുടെ മെയിൻ എന്ന് പറയുന്നത് ഡൂൺ ബാഷിംഗ് ആണ് കേട്ടോ. അപ്പോൾ 2 വട്ടം ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ 1-2 പേർക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾറെഡി നമ്മളടുത്ത പാക്കേജിൽ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു 50 to 20 മിനിറ്റ്സ് ആണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്ക് ഒരു 5 മിനിറ്റ്സ് പോലും അത് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. അങ്ങനെ അതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളെടുത്തത് ഒരു ക്യാമൽ റൈഡ് നടത്തി. ഈ ക്യാമൽ റൈഡ് നമ്മളെടുത്ത പാക്കേജിൽ ഇൻക്ലൂഡായിരുന്നു കേട്ടോ. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ ക്യാമലിൻ്റെ മുകളിൽ കയറുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ടാസ്ക് തന്നെ ആയിരുന്നു. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഈ ക്യാമലിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ചവിട്ടും കിട്ടുന്നുണ്ട്. ഇത് ആദ്യത്തെ അനുഭവമല്ല, കഴിഞ്ഞ വട്ടം പോയപ്പോഴും ഈ സെയിം ചവിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ലാൻഡിങ്, അതും ഒരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പിന്നീട് ഞങ്ങൾ ആ മണലിൽ കിടന്ന് ഓടി ചാടി മറിഞ്ഞ് എന്തൊക്കെയാണ് കാണിച്ചത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്ത്, അത് പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ, ഒരു 2 ഡാൻസും ഒരു സ്ലോ മോഷനും ഒക്കെ എടുത്ത്. അതില്ലാതെ പിന്നെ എന്ത് വൈബാണല്ലേ. ഞങ്ങൾ ശരിക്കും അവിടെ അങ്ങ് അർമാദിക്കുകയായിരുന്നു. ഏതോ മഞ്ഞിൽ പോയ ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്ക് സൺസെറ്റിനുള്ള ടൈമായി. പിന്നെ സൺസെറ്റായി കഴിഞ്ഞാൽ കയ്യിൽ വെച്ച് ഫോട്ടോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊരു വിഷമം പോലെയാണ്. അപ്പോഴേക്കും സ്നാക്സിനുള്ള സമയമായി. അങ്ങനെ നേരെ ചെന്ന് ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏതൊക്കെയോ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലാകെ ആ തനൂറ ഡാൻസും അതുപോലെ ബെല്ലി ഡാൻസ്, ഫയർ ഡാൻസ്, ഇതൊക്കെ എനിക്കറിയാവുന്നുണ്ടായിരുന്നുള്ളൂ. ബെല്ലി ഡാൻസ് ചേച്ചിമാർ പൊളിച്ച് അടിപൊളിയാണ് 2 പേരും. നല്ല രസമായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് പോയിട്ട് മെയിൻ ഫുഡൊക്കെ എടുത്തിട്ട് വന്ന് കഴിച്ചു. പിന്നെ ഫ്രീ ആയിട്ട് മെഹന്തി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ട് അങ്ങനെ ഞങ്ങളുടെ ഡേ അടിച്ച് പൊളിച്ച് തിരിച്ചു വന്നു.